നടപടിക്രമപ്രകാരം ഇതിന് മൂന്നംഗ സമിതിക്ക് വിടുകയാണ് ചെയർമാൻ ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 50 പേരുടെ ഒപ്പാണ് വേണ്ടത്. 55 MP-മാരുടെ ഒപ്പോടുകൂടിയാണ് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10:45 സെക്രട്ടറി ജനറലിന് മുമ്പാകെ കപിൽ സിബാൽ, വിവേക് തങ്ക, ദിഗ്വിജയ് സിംഗ്, ഞാൻ, മനോജ, അതുപോലെ തന്നെ TMCയിലെ സാകേത് ഗോഖലെ ഇവർ പോയി ഇത് സമർപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള എല്ലാ വിശദാംശങ്ങളും 55 പേരുടെ വിശദാംശങ്ങൾ, അവരുടെ നമ്പറുകളും ഐഡൻറ്റി കാർഡ് നമ്പറുകളും ഒപ്പും എല്ലാം ഉൾപ്പെടെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് എത്രയും പെട്ടെന്ന് പരിഗണിച്ചുകൊണ്ട് മൂന്നംഗ സമിതിക്ക് വിടുകയാണ് ചെയർമാൻ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, സഭാതലത്തിൽ വരുമ്പോൾ ഈ ഇംപീച്ച്മെൻറ്റ് മോഷൻ പിന്തുണയ്ക്കപ്പെടണം. ഭരണകക്ഷിയും എല്ലാ പാർട്ടികളും ഒരുമിച്ച് ചേർന്നതിനെ പിന്തുണയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഭരണഘടനയുടെ അന്തസത്തയ്ക്കെതിരെ, ഭരണഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള നഗ്നമായിട്ടുള്ള ആക്രമണമാണ് ജസ്റ്റിസ് ശേഖർ യാദവിൽ നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കപിൽ സിബാലിൻ്റെ ആഭിമുഖ്യത്തിൽ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. ഈ ഇംപീച്ച്മെൻറ്റ് നോട്ടീസിന് മേലൊരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അദ്ദേഹം ഒരു തരത്തിലും നീതിന്യായ നിർവഹണത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ കേസുകൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഭരണഘടനയുടെ 75ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി മോഡി സർക്കാർ മുൻകൈയെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ജുഡീഷ്യറിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൽകിയിരിക്കുന്ന ഈ നോട്ടീസിനെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ട ബാധ്യത BJPക്കുണ്ട്. അവർ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഇന്ത്യൻ ഭരണഘടനയോട് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നും ഈ ചർച്ചയൊക്കെ നടത്തിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണെന്നും ജനങ്ങൾക്ക് തിരിച്ചറിയും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫെഡറൽ അന്തസ്സത്തയ്ക്ക് എതിരെയുള്ള വലിയൊരു ആക്രമണമാണ്. ഞങ്ങൾ പണ്ടും പറഞ്ഞിരുന്നു, അതായത് യൂണിഫോമിറ്റി അല്ല ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ ശക്തി എന്നുള്ളത്. വൈവിധ്യങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. ഒരു രാജ്യം, ഒരു പ്രത്യയശാസ്ത്രം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു മതം എന്നൊക്കെയുള്ളത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു നിയമവുമായിട്ട് വരുന്നത്. ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നതാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് ചേരാത്ത ഒരു നിയമമായിട്ടാണ് ഞങ്ങൾ കണക്കിലെടുക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ പാർലമെൻറ്റിൻ്റെ ഉള്ളിലെ ഏത് വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയും അനുവദിക്കുമായിരുന്നു. ഇപ്പോൾ മണിപ്പൂർ, അതുപോലെ തന്നെ അദാനി വിഷയങ്ങൾ, സമ്പലിൽ നടന്നിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവവികാസങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യാൻ ഈ സർക്കാർ തയ്യാറല്ല. അതുപോലെ തന്നെ കർഷകർക്കെതിരെയുള്ള ആക്രമണം, എത്രയോ വിഷയങ്ങൾ പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പകരം പതിവിന് വിപരീതമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പതിവ് BJP തുടങ്ങിയിരിക്കുകയാണ്. അതായത് സ്വന്തം നിലയ്ക്ക് ഭരണകക്ഷി തന്നെ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുക, സ്തംഭിപ്പിക്കുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ BJPയുടെ രീതി.